നമ്മുടെ ജലജയാണെങ്കിൽ ഇങ്ങനെ അസൂയ മൂത്തിട്ട് ഇങ്ങനെ പറയുകയാണ്, ഏട്ടത്തിക്കാണെങ്കിൽ ചന്തുമോളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, നീ എന്താ അങ്ങനെ ചോദിച്ചത്? ചന്തുമോൾ നല്ല കുട്ടിയാണ്, അവളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ എപ്പോഴും നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അങ്ങനൊന്നും ഏട്ടത്തി പറയണ്ട, അവരുമായിട്ട് കുഞ്ഞു കുട്ടികളാണ്, അവരുമായിട്ടൊക്കെ കൂടുതലായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് വിട്ടുപിരിയാൻ പ്രശ്നമാകും, പാടാവും എന്നൊക്കെ പറയുന്നുണ്ടേ. എന്താണെങ്കിലും ആ കൊച്ചു ഇവിടെ ഒരു അധികപ്പറ്റാണ്, അതാരുടെ കുഞ്ഞാണെന്ന് പോലും അറിയത്തില്ല. അതിൻ്റെ വീട്ടുകാർ വന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിന് അത് പോകുമ്പം അതൊക്കെ പ്രശ്നമാകാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. വെറും കൈയോടെയൊന്നും അല്ല വരുന്നത് കേട്ടോ, ഒരു 5-6 കവറൊക്കെ ഉണ്ട്. വന്ന ഉടനെ തന്നെ ഈ കവറുകളെല്ലാം എടുത്തിട്ട്, എന്താണ് നിൻ്റെ കയ്യിലെന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴത്തേക്കിനും പറയാം, ഞാൻ അമ്മായിമാർക്ക് എല്ലാവർക്കും ഓരോരോ സാരി വാങ്ങി എന്നാണ് പറയുന്നത്. ക്രൂരമായ ചിന്തയോട് കൂടിയിട്ടാണ് അനന്തപുരിയിലേക്ക് ഇങ്ങനെ പടി കയറി വരുന്നത് കേട്ടോ. പക്ഷേ അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും മുഖം നിറച്ച് ഭാവമൊക്കെ മാറി മൊത്തത്തിൽ ചിരിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും സന്തോഷമാവുക. നീ ആ സാരിയൊക്കെ മേടിച്ചോ? എപ്പോഴാണ് നീ അമ്മായിമാരെ കുറിച്ചൊക്കെ ചിന്തിച്ചത്? സാധാരണയായിട്ട് അനിയും ആദർശമൊക്കെയാണ് അമ്മായിമാരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, പക്ഷെ നീ ഇതുവരെ ചിന്തിച്ചില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ മൊത്തത്തിൽ മാറുമല്ലേ, അച്ഛനായിട്ടും ഭർത്താവായിട്ടും അങ്ങനെയൊക്കെ മൊത്തത്തിൽ അവനങ്ങ് മാറുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജയം കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഞാൻ നന്നായിക്കൊണ്ടിരിക്കുക അമ്മായി, ഇനിയിപ്പം നന്നാകാനുള്ളത് ആദർശും അനിയൊക്കെയെന്ന് പറയേ. അനിയോ? നീ ആദർശോ? നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അല്ല, അനി ഒരു കുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അതിനൊന്ന് സ്നേഹിക്കാനോ അതിനൊന്ന് വെളിയിൽ കൊണ്ടുപോകാനോ ഒന്നും അനിയ റെഡിയാകുന്നില്ല എന്നിങ്ങനെ അഭി പറയുന്നുണ്ടേ. അനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദർശിന് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കുവേ. അല്ല, കുഴപ്പമൊന്നുമില്ല, എന്നാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നീ എന്തോ മൊന വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. തെറ്റ് ചെയ്ത ആളിൻ്റെ മനസ്സിൽ വലിയൊരു കടലുണ്ട്, അവിടെ ഒരു ചുഴിയും ഉണ്ട്, അത് വൈകാതെ എല്ലാവർക്കും മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അബി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. എന്താണെങ്കിലും അബിയുടെ വാരിക്കുഴി തീർത്ത് വെച്ചിട്ടുണ്ട്, DNA ടെസ്റ്റ് വരുമ്പോൾ അറിയാലോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവേന് പറയുന്നുണ്ട്, അല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവൻ എപ്പോഴും ഇങ്ങനെ മാറി തുടങ്ങിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇഷ്ടത്തേക്ക് വിശ്വസിക്കാനാവില്ല, ആദർശം മനുവൊക്കെ മാറിയാലല്ലേ ആകുള്ളൂ എന്നിങ്ങനെ പറയേ. അല്ല, നീ നിൻ്റെ മോനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറുമല്ലോ, അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചൊക്കെയാണെന്നൊക്കെ പറയും കേട്ടോ. എന്തായിരുന്നാലും ആബി പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറേ നാളായിട്ട് മേടിച്ച സാരിയല്ലേ, എല്ലാവരും ഒന്ന് എടുത്ത് നോക്ക്, നന്നായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കിനും എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ അബി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ട് ചിരിക്കുകയൊക്കെയാണ് കളിപ്പാട്ടം വെച്ചിട്ട്. അന്നേരത്തേക്കിനും ദേഷ്യം വരും കേട്ടോ. നമ്മളൊക്കെ വിചാരിക്കും അബിക്ക് കുഞ്ഞിനോട് ഇഷ്ടമുണ്ടെന്ന്, പക്ഷേ ചെറിയച്ചാന്ന് വിളിക്കുകയോ കുഞ്ഞ്. അപ്പോഴത്തേക്കിനും അബി ഇങ്ങനെ ഓടി വരും കേട്ടോ. ഓടി വന്നിട്ട്, ആരടി ചെറിയച്ചൻ, എന്നെ ചെറിയച്ചാന്ന് വിളിക്കാൻ നിന്നോടാരടി പറഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരടി നിൻ്റെ ചെറിയച്ചൻ, ചെറിയച്ചൻ എന്ന് വിളിക്കാനായിട്ട് നിന്നോട് ആരാ പറഞ്ഞത്? ഓ, ആകാശ് നിൻ്റെ അച്ഛനായിരിക്കും, അപ്പോൾ ഇതായിരിക്കും ചെറിയച്ഛനല്ലേ. ഇവിടെ ചെറിയച്ഛനും കുറേശ്ശൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ അബിനെ ചെറിയച്ഛന്ന് വിളിച്ചു പോയേക്കലെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൊച്ചിനെ പേടിപ്പിക്കുന്നത് നമ്മുടെ നായനെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് വന്നപ്പോഴത്തേക്കിനും മോള് വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിനും പറയുന്നുണ്ട്, അപ്പച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് നയനെ ചോദിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഞാൻ രാജയോഗം വെച്ചിട്ടാണ് ജനിച്ചത്, അതുകൊണ്ട് എനിക്ക് കോടിപതിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അതിനി ആര് വിചാരിച്ചാലും തിരുത്താൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നയന അബിയെ നോക്കുന്നുണ്ട്. നിനക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ നീ അങ്ങോട്ട് ഏറ്റെടുത്തോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആരുടെ നെഞ്ചത്തോട്ട് കയറി വന്നേക്കല്ലേ കേട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജലജ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പം നയനെ ഇങ്ങനെ മോൾ വിഷമിക്കൊന്നും വേണ്ട, മോളിനെ സ്നേഹിക്കാനായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് കുഞ്ഞുമുത്തിൻ്റെ കൈയൊക്കെ മുഖമൊക്കെ പിടിച്ചിട്ട് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നയന. പിന്നീട് നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മുടെ ആദർശിൻ്റെ അടുത്തോട്ട് വരുവേ. എന്നിട്ടേക്കിന് ആദർശിനങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, അമ്മയുടെ മോളാന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് നയനെ. എന്നിട്ട് അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതാ അബി ഇപ്പം മേലെയാണെങ്കിൽ ചെറിയച്ചാന്ന് വിളിച്ചതിന് അബിയും അതുപോലെ തന്നെ ചെറിയമ്മയും ഒക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടതാണ് മോളുടെ അടുത്ത്. ഇനി യാതൊരു ചേട്ടനും കൂടെ ദേഷ്യപ്പെടണ്ടെന്നൊക്കെ ഇങ്ങനെ നയനെ പറയേ. അതെന്തിനാ അങ്ങനെയൊക്കെ വിളിക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ ചെറിയച്ഛൻ അച്ഛനാണെങ്കിലോ എന്നെ അങ്കിളെന്നല്ല വിളിക്കുന്നത്, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അങ്കിള് നോക്ക് ഭയങ്കര ദേഷ്യത്തിലാണ്, മോള് ടെൻഷനൊന്നും അടിക്കണ്ട, മോള് പോയി കളിക്കുമെന്നും പറഞ്ഞിട്ട് നയനെ കുഞ്ഞിനെ ഒക്കത്തൊന്ന് വെളിയിലോട്ടൊക്കെ ഇറക്കി വിടുവേ.
ദേ ആദർശമായിട്ട് ആ കുട്ടീനെ ഒരുപാടൊന്ന് സങ്കടപ്പെടുത്തിയിട്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞു കഴിഞ്ഞെന്നാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ലെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ, അതുകൊണ്ട് ബാക്കി എല്ലാവരും അറിഞ്ഞാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അത് തന്നെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ നയന ദേ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, ആ കുട്ടിയെ എപ്പോഴും ആരെങ്കിലുമൊക്കെ അടുത്തില്ലെങ്കിൽ ഇവിടെ കുറേ വഴക്ക് പറയാനായിട്ടും കുറേ ആൾക്കാരുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നയന് പോകും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. അഭി മാറി എന്നാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ തെറ്റി കേട്ടോ. അഭി വീണ്ടും പെണ്ണുങ്ങളുമായിട്ട് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നുണ്ട്, ഭാര്യയുടെ പ്രസവ സമയത്ത് ഞാൻ അവളെ കുറേ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നമൊന്നും ഇല്ല ഇപ്പോൾ. നിൻ്റെ കല്യാണം എന്നാന്നാണ് പറഞ്ഞത്, ഇന്ന സമയത്താണെന്നൊക്കെ പറയുക. അന്നേരം നീയും പോവുകയും ചോദിക്കും ദുബായിലെ, ഞാൻ നോക്കട്ടെ പോകണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണെന്നൊക്കെ പെണ്ണ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ പോകണ്ട, എനിക്ക് 2-3 ബ്രാഞ്ചിൻ്റെ മേധാവിത്വമൊക്കെ എനിക്ക് തരാൻ പോവുകയാണ്, അപ്പം നിന്നെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഞാൻ റിസപ്ഷനിസ്റ്റ് ആക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ നവ്യയുടെ കോൾ വരുന്നത്. അപ്പോഴത്തേക്കിനും ഈ നശൂല ഇപ്പോഴും വിളിക്കാൻ തുടങ്ങിയല്ലോ എന്ന് പറയാം. അപ്പോൾ ആരാടാന്ന് ചോദിക്കുവേ, വേറെ ഏതെങ്കിലും പെണ്ണാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയില്ല, എൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറയുവേ. നമ്മുടെ നയന ഇങ്ങനെ ചായയൊക്കെ ആയിട്ട് കയറി വരുമ്പോഴത്തേക്കിനും അനി ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോഴത്തേക്കിനും എനിക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദർശേട്ടൻ്റെ പ്രശ്നമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പരിധി വരെയൊക്കെ മാറി. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സിന് എപ്പോഴും ടെൻഷനായിരിക്കും. എന്നോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഏട്ടത്തിക്ക് എൻ്റെ പ്രശ്നങ്ങൾ കൂടി ഒന്ന് പരിഹരിച്ചു കൂടായിരുന്നോ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് അറിയാമെന്നല്ലോ, അത് പറഞ്ഞു കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നയന പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞതായിരുന്നെങ്കിൽ അനി പ്രേമിച്ച് നടന്നിട്ടുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്താണെങ്കിലും നയനിച്ച് അത് പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല, അനി വേറെ എന്തെങ്കിലും ചിന്തിക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം കുഞ്ഞുമോള് നമ്മുടെ അനിയുടെ റൂമിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന പൊട്ടെടുക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അനാമിക വരുന്നുണ്ട്. നീ എന്തിനാടി എൻ്റെ പൊട്ടെടുത്ത് നീ മോഷ്ടിക്കുന്നോ കട്ടെടുക്കുന്നോ ചോദിച്ചുകൊണ്ട് അതിനെ പിടിച്ച് തള്ളിയിട്ട് അതിനെ പിന്നെ അടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അനി വരുന്നത്. അനി വന്ന് കുഞ്ഞിനെ പിടിക്കും കേട്ടോ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അന്നേരം പറയും, അവിടുന്ന് ഇവിടുന്നും പിച്ച് തിന്ന് നടക്കുന്നങ്ങളൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ ചൂടാകുവേ. അന്നേരത്തേക്കിനും എനിക്ക് ഈ കൊച്ചിൻ്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ല, എടുത്തുകൊണ്ട് പോകാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ അനി ചോദിക്കുക, നിനക്ക് പിന്നെ ആരുടെ മുഖം കാണുന്ന ഇഷ്ടമെന്നൊക്കെ ചോദിക്കും കേട്ടോ. അതേ അനി വേറെ ലെവൽ വിട്ട് പോകണ്ട, അനന്തപുരിയിലെ കൊച്ചു തമ്പരാനാണെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല, മുത്തശ്ശനാണ് ഇവിടെ ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല, പോകാനാണ് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും അനി പറയുവേ, മോളെ ഈ തലയ്ക്ക് പിരി ഇളകിയതിൻ്റെ വാക്കുകളൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് പോവേ. അന്നത്തേക്കിനും അനിയെന്ന് വിളിക്കുവേ, പൊടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടുന്ന് പോവുകയാണേ. നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ നയനയാണ് കാണുന്നത്. കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ മോള് കരയുന്നതെന്ന് ചോദിക്കുക. അന്നേരം ഉണ്ടല്ലോ ഇവിടെ ഒരു രാക്ഷസി ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചവൾ, അവൾ കൊച്ചിനെ തല്ലി എന്നൊക്കെ പറയും കേട്ടോ. കൊച്ചിനെ തല്ലിയോ, എന്തിനാ തല്ലിയെന്നൊക്കെ ചോദിക്കുക. അവൾക്ക് ഇവളെ കൊച്ചിനെ കാണുന്ന പോലും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒടിവളയാണ് എൻ്റെ തലയിൽ കെട്ടിവെച്ചെന്നൊക്കെ അങ്ങനെ അതിന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവേ. എങ്ങനെയെങ്കിലും ഒന്ന് തലേന്ന് ഒഴിവാക്കി തരാനും കൂടെ പറയുന്നുണ്ട്. പിന്നീട് നയന അങ്ങനെ ചോദിച്ചാൽ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അനാമിക ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക കേട്ടോ. നീ എന്തിനാ കുഞ്ഞിനെ തല്ലും ചോദിക്കുക, അവൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടെന്ന് പറയും കേട്ടോ, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടെന്ന് പറയും. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഈ മുറി മുഴുവൻ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ കൊച്ചിനോട് വെറുതെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്കിട്ട് തരും പറയുവേ നയന. അന്നേരം പറയും, എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകത്തൊന്നുമില്ല, ഞാനും തിരിച്ചു തരും പറയും കേട്ടോ. അപ്പം ഞാനും എൻ്റെ ചേച്ചിയൊക്കെ നിന്നെ തല്ലിയിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ എന്താണ് കൈ പൊങ്ങാഞ്ഞെന്നൊക്കെ ചോദിക്കുവേ. നിനക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ആ പാലിൽ വിഷം കലർത്തിയ കാര്യമൊക്കെ ഞാനെന്നാൽ ഇവിടെ എല്ലാവരോടും പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തറുതലയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, ഞാനിപ്പോൾ പോയി പറഞ്ഞേക്കാമെന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ വെറുതെ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തുമ്പോഴത്തേക്കിന് നയന ഇങ്ങനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്